ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രേനെയും നമ്മുടെ രവീന്ദ്രനെയാണ്. അങ്ങനെ രവീന്ദ്രനോട് ആ കാര്യം ആവശ്യപ്പെടുകയാണ്. നമുക്ക് രേവതിനെയും സച്ചിനെയും തൽക്കാലം ഇവിടെ നിന്ന് മാറ്റാം, ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് രവിയേട്ടാ ഒന്ന് മാറ്റാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീടെടുത്ത് കൊടുക്ക, അവര് വേറെ പോയി താമസിക്കട്ടെ. രേവതിക്ക് എല്ലാം ചെയ്യാനൊക്കെ അറിയാലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് ദേഷ്യം വന്നു. രവീന്ദ്രൻ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും പ്രതീക്ഷിച്ചു കേട്ടോ, എന്തെങ്കിലും തക്ക മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പം കർണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ചന്ദ്ര. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, അതെ നീ നിന്റെ അഭിപ്രായം പറഞ്ഞു, എന്റെ അഭിപ്രായം അത് ഞാൻ പിന്നെ പറയാം, ഇപ്പൊ ഞാൻ പറയുന്നില്ല. നീ നിന്റെ അഭിപ്രായം നീ ആലോചിച്ച് പിറക്കി പറഞ്ഞതാണല്ലോ, എനിക്കും കുറച്ച് ആലോചിക്കാൻ സമയം എന്താ എന്നും പറഞ്ഞാണ് രവീന്ദ്രൻ അവിടെ നിന്ന് പോയത്. ഏതായാലും ചന്ദ്ര ഇത് കേട്ട ഉടനെ തന്നെ ആലോചിക്കാന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടു. അപ്പം രവിയേട്ടനും തോന്നിക്കാണും അവരിവിടെ തുടർന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന്. അതുകൊണ്ട് തന്നെയാ എന്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് രേവതിനെ സച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വർഷ ഇങ്ങ് വരികയാണ് കേട്ടോ. അപ്പൊ വർഷ ബ്യൂട്ടി പാർലർ അല്ലല്ലോ, സോറി, നമ്മുടെ വർഷ പോകുന്നത് ഡബ്ബിങ് സ്റ്റുഡിയോയിലാണല്ലോ. അപ്പം ഡബ്ബിങ് സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാണ് വർഷ ടയേർഡായിട്ട് വരുന്നത്. അപ്പൊ ടയേർഡായിട്ട് വന്ന വർഷ പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഒരു ജ്യൂസ് വേണമായിരുന്നു, ഞാനെന്നാ പുറത്ത് പോയി ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ട് വരാം, എന്തോ വല്ലാത്ത ചൂട്, വന്ന വഴിക്ക് ജ്യൂസ് കുടിക്കാൻ മറന്നുപോയി, ഞാനൊന്ന് പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോളെന്താ പറയുന്നത്, പുറത്തു പോയി ജ്യൂസ് കുടിക്കാനോ, ഇവിടെ നമുക്ക് വീട്ടില് ഇവിടെ ഒരു ജ്യൂസ് കട തന്നെ ഉള്ളപ്പം പിന്നെ എന്തിനാ നീ പുറത്തെ കടയിൽ പോയി കുടിക്കുന്നത്? ഇവിടെ ജ്യൂസ് കടയോ? അമ്മ എന്താ പറയുന്നത്? അമ്മയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാമോ? എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയില്ല, നമ്മുടെ രേവതിക്ക് നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാം. അയ്യോ വേണ്ടമ്മേ, എന്തിനാ വെറുതെ രേവതി ചേച്ചിനെ വിഷമിപ്പിക്കുന്നതല്ല, സോറി, ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അമ്മേ. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ പണികളും ചെയ്യുന്ന രേവതി ചേച്ചിയോട് വെറുതെ ഒരു ജ്യൂസും ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അതിൻ്റെ ഒന്നും കാര്യമില്ല. അയ്യോ വർഷേ മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ, രേവതി നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കും, അവക്ക് ഇതൊക്കെ തന്നെയല്ലേ ഇഷ്ടം, അവക്ക് ഈ അടുക്കള പണിയും ഓരോരുത്തർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കലും അതൊക്കെ അവക്ക് ഇഷ്ടമാണെന്നേ. പിന്നെ ഈ വീട്ടിലെ പണിയല്ലേ അവക്കുള്ളൂ, പുറത്തു പോയി അവള് മലമറിക്കുന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മോൾ അവിടെ ഇരിക്കെ, ഞാൻ ഇപ്പം ഒരു അടിപൊളി ജ്യൂസ് കൊണ്ടുവരാം, രേവതിയോട് പറയാം. രേവതി എന്ന് വിളിച്ചു. അപ്പൊ രേവതി വന്നു. അതെ രേവതി, പെട്ടെന്ന് ഒരു ജ്യൂസ് തയ്യാറാക്കാം, വർഷയ്ക്ക് ജ്യൂസ് വേണമെന്നാ പറയുന്നത്, അവക്ക് വല്ലാത്ത ദാഹം ഉണ്ടെന്ന്, അതുകൊണ്ട് പെട്ടെന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, ഇപ്പൊ തന്നെ ഉണ്ടാക്കാമേ എന്ന് പറഞ്ഞ് രേവതി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോയി കേട്ടോ. ഏതായാലും രേവതി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോയി, ജ്യൂസ് കൊണ്ടുവന്നു. ജ്യൂസ് കൊണ്ടുവന്നപ്പോഴത്തേക്കും വർഷ റൂമിനകത്തേക്ക് കയറിപ്പോയി വർഷ. അപ്പൊ ജ്യൂസ് കൊണ്ടുവന്നിട്ട്, ഇന്നമ്മ ജ്യൂസ് അല്ല ഞാൻ കൊണ്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ, നീ കൊണ്ട് കൊടുക്കൊന്നും വേണ്ട, ഇത് ഇവിടെ വെക്ക്, ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് അവിടെ വെച്ചേക്കുന്നു. അപ്പോഴത്തേക്കും എന്തോ നമ്മുടെ ചന്ദ്ര അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ശ്രുതി കയറി വന്നിട്ട് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ഹായ് ആന്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അയ്യോ മോളെ കുടിക്കല്ലേ, ആ ജ്യൂസ് കുടിക്കല്ലേ, ഇതേ വർഷക്കെടുത്ത ജ്യൂസാ, വർഷ ജോലിക്കൊക്കെ പോയിട്ട് ടയേർഡായിട്ട് വന്നിരിക്കാന്നേ, മോൾ ഒരു കാര്യം ചെയ്യേ, ആ ജ്യൂസ് കൊണ്ടുപോയി വർഷയ്ക്ക് കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. കാരണം ഇത്രയും നാള് രേവതിയോട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് ശ്രുതിക്കായിരുന്നു. ശ്രുതിയെ ഊട്ടുകയും ഉറക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ ചന്ദ്ര ഇപ്പം ആരെയാണ് ഊട്ടുകയും ഉറക്കുകയും ചെയ്യുന്നത്? വർഷേനെ. ഇത് നമ്മുടെ സച്ചി കണ്ടു. സച്ചി, ഓഹോ 50 പവന്റെ എഫക്റ്റ് ആയിരിക്കുമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇത് പതിവുള്ള കാഴ്ചയല്ലല്ലോ. അതെ, പൗഡറേടത്തിയുടെ ഈ സ്ഥാനമൊക്കെ ഇനി തെറിച്ചെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഇനി പൗഡറേടത്തിക്ക് ഇവിടെ ഒരു സ്ഥാനം വേണമെങ്കിൽ 50 പവൻ കൊണ്ട് കൊടുത്തല്ലോ ഇളയ മകന്റെ അമ്മായിയമ്മ. ഏതായാലും പൗഡറേടത്തിയുടെ അച്ഛനോട് പറയാം ഒരു 51 പവൻ അയച്ചു തരാന്. അങ്ങനെ ഒരു 51 പവൻ അയച്ചു തരുവാണെങ്കിൽ ആ പഴയ സ്നേഹം തിരിച്ചെടുക്കാം. പിന്നെ രേവതി, നിനക്ക് വേണമെങ്കിൽ ഈ സ്നേഹത്തിൽ പങ്കു ചേരാട്ടോ, നിന്റെ വീട്ടില് ഒരു 52 പവൻ കൊണ്ടുപോവാ. അപ്പം ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നിൽക്കുന്ന എന്റെ അമ്മ നിന്നെ സ്നേഹിക്കും. ഇവിടെ സ്വർണത്തിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ച് സ്നേഹത്തിന്റെ തൂക്കവും കൂടും. ഇത് കേട്ടിട്ട് ചന്ദ്ര പറഞ്ഞു, എന്താടാ സച്ചി നിനക്ക് വേണ്ടത്?
മര്യാദയ്ക്ക് നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. മോളെ പക്ഷേ നീ ഒരു കാര്യം ചെയ്യേ, ഇവൻ ഭ്രാന്ത് പിടിച്ച് പലതും പറയും, നീ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ശ്രുതി കൊണ്ടു കൊടുക്കാണ് കേട്ടോ. പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ റൂമിൽ ചെന്നു. വർഷ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ചെല്ലുകയാണ്. അപ്പൊ വർഷ, ആ ജ്യൂസ് റെഡിയായോ എന്നും പറഞ്ഞ് ആ ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ട് ഇന്ന ക്ലാസ് എന്ന് പറഞ്ഞ് ക്ലാസ്സും കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരു വേലക്കാരിയെ പോലെ ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്ന നമ്മുടെ ശ്രുതി. ഇത്രയും ദിവസം എത്ര നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ശ്രുതിയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ ശ്രുതി റൂമിനകത്ത് കയറിയിരുന്ന് ആലോചിക്കും, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഇതിപ്പം എനിക്കിട്ട് പണി കിട്ടുന്ന പോലെയാ തോന്നുന്നത്. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ വർഷ, അതെ ആന്റി നെയിൽ കട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. അപ്പൊ മോൾക്ക് എന്തിനാ നെയിൽ കട്ടർ? അത് പിന്നെ നെയിൽ കട്ടർ എന്തിനാ ആന്റി? നഖം മുറിക്കാന്. അല്ല അത് പിന്നെ നെയിൽ കട്ടർ എന്തിനാ? അതെ എന്റെ കാലിലും കയ്യിലൊക്കെ നഖം വളർന്ന് നിൽക്കുക, അതൊന്ന് മുറിക്കണം. എന്തിയോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, അയ്യോ മോള് മുറിക്കണ്ട, ശു ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ ഉള്ളപ്പം ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ശു മോളുടെ ഒരു കാര്യം. മോളെ ശ്രുതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ശ്രുതിനെ അങ്ങ് വിളിക്കുക. അപ്പൊ ശ്രുതി, എന്താ അമ്മേ? അതെ നിനക്ക് ഈ പെഡിക്യൂർ ചെയ്യാനൊക്കെ അറിയാലോ. ദേ ഇവളുടെ കാലൊന്ന് പെഡിക്യൂർ ചെയ്തു കൊടുത്തേ, അവക്കേ നഖം വളർന്ന് നിൽക്കുക. ആ നെയിൽ കട്ടർ എടുത്തോണ്ട് വന്ന്, നിന്റെ കയ്യിൽ ഒരു പ്രത്യേക തരം നെയിൽ കട്ടർ ഇല്ലേ, നീ ഈ മസാജ് ഒക്കെ ചെയ്യാൻ നേരത്ത് നെയിൽ കട്ട് ചെയ്യുന്ന ആ ഒരു നെയിൽ കട്ടർ, ആ നെയിൽ കട്ടർ കൊണ്ടുവന്ന് വർഷയുടെ നഖം ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഏതായാലും ബ്യൂട്ടീഷ്യൻ അല്ലേ നീ, നിനക്കും ഒരു ഇതാകും അവക്കും ഒരു സന്തോഷമാകും. ഏതായാലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെരുത്ത് കേറി വന്നില്ലേ ശ്രുതിക്ക് ദേഷ്യം. എന്തെങ്കിലും പറയാൻ പറ്റുമോ? മുണ്ടാണ്ടിരിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അങ്ങനെ കലി വന്നിട്ട് നമ്മുടെ വർഷ പുറത്തോണ്ട് പോയിട്ട് നേരെ നെയിൽ കട്ടറൊക്കെ എടുത്തോണ്ട് വന്നു. എന്നിട്ട് വാഷ് ചെയ്യാനുള്ള ഷാമ്പുവോ വെള്ളമൊക്കെ എടുത്ത് വെച്ചോണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാണ് നമ്മുടെ വർഷയുടെ. ചങ്കിനകത്ത് തീയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്, ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നല്ലോ എന്നുള്ളത്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് വർഷ പറഞ്ഞത്, അതെ എന്റെ കയ്യിലും നഖവും വളർന്നിട്ടുണ്ട്, ഇതും കൂടെ വെട്ടിത്തരണം കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിനെന്താ ഞാൻ വെട്ടിത്തരാലോ. അല്ല ശ്രുതി മോളെ വേണമെങ്കിലേ വർഷയ്ക്കൊരു മസാജും കൂടെ ചെയ്തു കൊടുക്കുക. ദേ ശ്രുതി മോള് തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പിന്നെ നമ്മുടെ വേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും. സത്യം പറഞ്ഞാൽ ഇവളുടെ ഈ മസാജിലാ ഞാനങ്ങ് വീണത്. അന്ന് തീരുമാനിച്ചതാ എന്റെ മകൻ ഇവളെ കൊണ്ടൊന്ന് കൊടുക്കണമെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മസാജും ചെയ്യാലോ എന്നൊക്കെ പറയാം. ഇത് കേട്ടിട്ട് വർഷം മസാജ് ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കാണ്. ഏതായാലും വർഷയുടെ നഖവും വെട്ടിക്കൊടുത്തോണ്ട് ഇപ്പൊ രേവതി അങ്ങോട്ട് വന്ന് രേവതി ഇങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിനക്ക് അടുക്കളയിൽ പണിയൊന്നും ഇല്ലടി, പൊടി 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 അടുക്കളയിൽ പൊടി, അടുക്കളയിൽ പോയി പണിയൊന്നും ഇല്ലാതെ അവള് വന്ന് നിൽക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അതെ രേവതി ചേച്ചി എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഇങ്ങ് വന്നേ. ദേ വർഷ ചേച്ചി അല്ല സോറി ശ്രുതി ചേച്ചി നഖം വെട്ടിത്തരും, വന്നേ വാ നമുക്ക് നഖം വെട്ടാന്ന് പറഞ്ഞപ്പം, അയ്യോ വേണ്ട വർഷേ, ഞാനേ ഈ നഖം അങ്ങനെ വെട്ടാറൊന്നുമില്ല. ഈ നഖം ഈ പല്ലും കൊണ്ട് കടിച്ചിടയ്ക്കിടയ്ക്ക് കളയും, പിന്നെ ഈ നഖം ഉണ്ടാകാറുമില്ല. പിന്നെ കാലിലെ അത് ഞാൻ ഇടയ്ക്ക് വെട്ടിക്കളയാറുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്കും അല്ലെങ്കിൽ പിന്നെ ഇവക്കിപ്പോൾ ഞാൻ വെട്ടി കൊടുക്കാൻ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരുന്ന് നഖം വെട്ടല്. അങ്ങനെ ആകെപ്പാടെ നമ്മുടെ ശ്രുതി പെട്ട ഒരവസ്ഥയെ തന്നെയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി നേരെ മീരയുടെ അടുത്ത് ചെല്ലുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ മീരയുടെ അടുത്ത് ചെന്നിട്ട് മീരയുടെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചൊരു 3000 രൂപ എങ്ങാണ്ട് മീരയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ മീര പറഞ്ഞു, ഇപ്പം വേണ്ടായിരുന്നല്ലോടി എന്ന് പറഞ്ഞപ്പോ, ഹേ ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഏതായാലും ഇനി എനിക്ക് ആവശ്യം വരുമ്പോൾ നിന്നോട് ചോദിക്കാനുള്ളതല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആകെപ്പാടെ പൈസക്ക് ഭയങ്കര ചെലവാ, അറിയാലോ, അയാൾക്കും ഇപ്പൊ മാസം പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ നീ എന്തിനാ ഇതൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെക്കുന്നത്? നിനക്ക് ഒരു കാര്യം ചെയ്തൂടെ? അയാളോട് നേരിട്ട് ചെന്ന് പറ, വേണ്ട നിർത്തിക്കോ, ഇനി ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ടെന്ന്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ശ്രുതിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറ. ഹേയ് അതൊന്നും ശരിയാവില്ല മീര. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, അയാളെ വിളിച്ചു വരുത്, അയാളെ ഒരു തട്ടും കൂടെ നമുക്ക് തട്ടാം. അപ്പം പിന്നെ അയാൾ കോമ സ്റ്റേജിൽ എവിടെയെങ്കിലും കിടന്നോളും, പിന്നെ നമുക്ക് സമാധാനം കിട്ടൂലോ. അല്ല നീ എത്രയോ നാൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നാ വിചാരിച്ചിരിക്കുന്നത് ശ്രുതി? ഇതിനൊരു അവസാനം വേണ്ടേ? എപ്പോഴും നിന്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ? എന്ത് ചെയ്യാനാ, എനിക്ക് കുറച്ച് നാളും കൂടെ പിടിച്ചു നിന്നേ പറ്റൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി അറിഞ്ഞാ മതി. അറിയാലോ എന്റെ അമ്മായിയമ്മയുടെ കാര്യം നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ഇപ്പം വർഷ വന്നിട്ട് ഇപ്പം വർഷയുടെ പുറകെയാ. വർഷയ്ക്ക് വേണ്ടി നഖം വെട്ടിക്കൊടുക്കലും വർഷയുടെ വേലക്കാരിയായിട്ടാ ഞാനിപ്പോ അവിടെ നിൽക്കുന്നത്.
എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് വന്ന് പറയും. രേവതി ഉണ്ടാക്കും, ഞാൻ കൊണ്ടു കൊടുക്കണം. ഇപ്പം അവക്ക എൻ്റെ അമ്മായിയമ്മ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം 50 പവനാണല്ലോ അവളുടെ അമ്മ കൊണ്ടു തന്നത്. ശരിയാ, നിനക്ക് പ്രാധാന്യം കുറയും. കാരണമുണ്ട്, നിനക്ക് ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് സ്വത്തുണ്ട്, പണമുണ്ട്, നിന്റെ അച്ഛൻ മലേഷ്യയിലാണ്. ഇതൊന്നും പുള്ളിക്കാരി നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നിന്നോടുള്ള സ്നേഹം കുറയും. പുള്ളിക്കാരിക്ക് അല്ലെങ്കിലും പണ്ട് മുതലേ പണമുള്ള മരുമകളോടാണല്ലോ ഇഷ്ടം. അങ്ങനെയാണല്ലോ നിന്നെ സ്നേഹിച്ചത്. അതിനു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അറിയില്ല മീര, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം നീ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? അത് വേറെ ഒന്നുമല്ല. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടിയേ പറ്റൂ. പൈസ കൊടുക്കാതെ എൻ്റെ അമ്മായിയമ്മ വീടില്ല. അതുകൊണ്ട് തന്നെ ഇനി മാസം ഞാൻ ഒരു 5000 രൂപ കൊടുക്കാൻ പോകുക. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക. അപ്പം എന്നോടുള്ള സ്നേഹം കൂടുമല്ലോ. എടി, ഈ പൈസ കൊടുത്തുള്ള സ്നേഹമൊന്നും അത് അത്രയ്ക്ക് എത്ര കാലം നിലനിൽക്കും? അതിൽ നീ എത്ര നാൾ ഈ പൈസ കൊടുക്കും? ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമായി പോകും. ഒരു മാസം കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഇഷ്ടമല്ലാതെ വരും. അതിന്റെ കാര്യമുണ്ടോ? അത് തന്നെ വേണോടി, അത് തന്നെ വേണം എനിക്ക്. അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റില്ല അവളുടെ വേല ചെയ്യാനൊന്നും. പിന്നെ അവള് അത്രയ്ക്ക് നല്ലവളൊന്നും അല്ല. അവളുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ആർക്കും പിടിക്കത്തില്ല. ഒരുമാതിരി എന്താ പറയാ, ഒരു മോഡേൺ ഗേൾ എന്നൊക്കെ പറഞ്ഞ്. ഇങ്ങനെയുണ്ടോ മോഡേൺ ഗേൾ എന്ന് പറഞ്ഞാല്? ആ ശ്രീകാന്തനെ കൊണ്ട് ആ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതെന്തെങ്കിലും ആട്ടെ. ഏതായാലും എൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം അതെനിക്ക് കിട്ടിയേ പറ്റൂ. അത് ഇതല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ഏതായാലും നേരെ നമ്മുടെ ശ്രുതി ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗമൊക്കെ ഏതായാലും നാളെ കാണിക്കില്ല, മറ്റന്നാളെ കാണിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു ഭാഗത്തും നാക്കിന്റെ ആ ഒരു ഭാഗത്തും ഈ മൗത്ത് അൾസർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഈ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ വെളുത്ത് വട്ടത്തില് ഒരു പഴുപ്പ് പോലെ വരില്ലേ ഓരോ നാക്കിന്റെ സൈഡിലൊക്കെ ആയിട്ട്. നമുക്ക് ഈ ബ്രഷ് ഒക്കെ കൊണ്ടിട്ട് മുറിയുമ്പോഴത്തേക്കും ചിലവർക്ക് അങ്ങനെ ഉണ്ടാകും, വട്ടത്തിൽ ഇങ്ങനെ ഒരു പുണ്ണ് പോലെ. അപ്പൊ അതുപോലെ നാക്കിന്റെ സൈഡിലും ഇപ്പറ ഈ ചുണ്ടിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വർത്താനം പറയുമ്പോഴത്തേക്കും നല്ല സ്ഫുടത കിട്ടാറില്ല. ഇതും കൂടെ വന്നപ്പോഴത്തേക്കും ഒട്ടും സ്ഫുടത കിട്ടാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പാടുപെട്ടാണ് ഞാൻ പറയുന്നത്. നാക്ക് അങ്ങോട്ട് വഴങ്ങി വരുന്നില്ല. ഏതായാലും ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും റെമഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ പോകാൻ എന്തെങ്കിലും റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ ഈ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കുറെ കാണിച്ച് മടുത്തു. അവര് തരുന്ന ഗുളികകളൊക്കെ കറക്റ്റായിട്ട് കഴിക്കണുണ്ടെങ്കിലും അതിനങ്ങോട്ടൊരു കുറവ് വരുന്നില്ല. ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ലായിരുന്നു കേട്ടോ. ഇതിപ്പം ഫസ്റ്റ് ടൈം അല്ല, ഒരു 2-3 തവണ, അത് ഒരെണ്ണമൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം നാക്കിലും കൂടെ വന്നപ്പോഴേ നാക്ക് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാലും ഞാൻ പോവാ, പിന്നെ വരാട്ടോ. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.